Good morning, students. Fourth module design of column നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കുള്ളത് ഡിസൈൻ ഓഫ് കോളം ഫൂട്ടിങ്സ് ആണ്. കോളം ഫൂട്ടിങ്ങിന്റെ ഡിസൈനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറി പോർഷൻസും ആണ് നമുക്കിതിൽ വരുന്നത്. അപ്പൊ നമുക്ക് അത് വരുന്ന തിയറി ഓൺ കോളം ഫൂട്ടിങ്സ് എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഫൗണ്ടേഷൻ എന്താണെന്നും ഫൗണ്ടേഷൻ ആൻഡ് ഫൂട്ടിംഗ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് ഒക്കെ നിങ്ങൾ തേർഡ് സെമസ്റ്ററിൽ പഠിച്ചതാണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്കിൽ. എങ്കിലും അതൊന്ന് റിവൈസ് ചെയ്യുക. അതിൽ വരുന്ന പോർഷൻസ് നമുക്ക് വേണ്ട കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാണ് നമ്മൾ ഫസ്റ്റ്. നമുക്കറിയാം ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്ട്രക്ചർ ആണ്. ഗ്രൗണ്ടിന് താഴെയുള്ള ഒരു സ്ട്രക്ചറിന്റെ ഗ്രൗണ്ടിൽ താഴെയുള്ള പോർഷൻസിനെയാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. വിച്ച് ട്രാൻസ്മിറ്റ്സ് ദ ലോഡ് ഫ്രം സൂപ്പർ സ്ട്രക്ചർ ടു സപ്പോർട്ടിംഗ് സോയിൽ. സപ്പോർട്ടിംഗ് സോയിലിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെമ്പർ ആണ്, ഒരു കമ്പോണന്റ് ആണ്, ഒരു ബിൽഡിങ്ങിന്റെ കമ്പോണന്റ് ആണ് ആക്ച്വലി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫൗണ്ടേഷനും ഫൂട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഫൗണ്ടേഷന്റെ ഒരു പോർഷൻ ആണ്. പോർഷൻ ഓഫ് ഫൗണ്ടേഷൻ വിച്ച് അൾട്ടിമേറ്റ്ലി ഡെലിവേഴ്സ് ദ ലോഡ് ടു ദ സോയിൽ. ലോഡ് സോയിലോട്ട് കൊടുക്കുന്ന അവസാനത്തെ മെമ്പർ. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവാം. അവിടെ ഒരു ഇന്റേണൽ ബീം ഉണ്ടാവാം, ഗ്രേഡ് ബീംസ്, ടൈ ബീംസുകൾ ഉണ്ടാവാം, പെഡസ്റ്റൽ കോളംസ് ഉണ്ടാവാം, ഡമ്മി കോളംസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഫൂട്ടിംഗ് ഉണ്ടാവാം, സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ്, പല രീതിയിലുള്ള ഫൂട്ടിങ്ങുകൾ ഉണ്ടാവാം. ഈ ഫൂട്ടിംഗ് ആണ് അൾട്ടിമേറ്റ് ആയിട്ട് എൻഡിലി ഈ കോളത്തിൽ നിന്ന് വരുന്ന ലോഡുകൾ സോയിലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കോളം ഓർ വാളനിറ്റി അതിൽ നിന്ന് വരുന്ന ലോഡുകൾ അൾട്ടിമേറ്റ് ആയിട്ട് സോയിലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫൂട്ടിംഗ് ആണ്. അപ്പൊ ഫൗണ്ടേഷനും ഫൂട്ടിംഗ് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സബ്സ്ട്രക്ചർ, ആ ഒരു മൊത്തം അറേഞ്ച്മെന്റ്, ആ കമ്പോണന്റിനെയാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും താഴെയുള്ള പോർഷൻ, ലോഡ് സോയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫൗണ്ടേഷന്റെ ഒരു പോർഷൻ ആണ് ആക്ച്വലി ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ലോഡ് നമുക്കറിയാം, ലോഡ് സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് ലോഡ് ഫൗണ്ടേഷനിലോട്ട് എത്തുന്നത് അല്ലെങ്കിൽ ഫൂട്ടിങ്ങിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? ത്രൂ വാൾസ് ഓർ കോളംസ്. ത്രൂ വാൾസ് ഓർ കോളം. എന്തിനാണ് നമ്മൾ ഒരു ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തിനാണ്? നമ്മുടെ വരുന്ന ലോഡ് അല്ലെ, നമ്മൾ കോളത്തിലൂടെ സ്ലണ്ടർ മെമ്പറിലൂടെ വരുന്ന ലോഡിനെ സ്പ്രെഡ് ചെയ്ത് അല്ലെ, നമുക്ക് താഴെയുള്ള സോയിലിന് അവൈലബിൾ ആയിട്ടില്ല, മാക്സിമം അതിന് ബിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിനെ റെഡ്യൂസ് ചെയ്ത് അല്ലെ കുറച്ച് ഏരിയയിലോട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള ആ മെക്കാനിസത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ത്? ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. സ്ലണ്ടർ ആയിട്ട് വരുന്ന കോളത്തിൽ നിന്ന് വരുന്ന ഹെവി ലോഡ് സ്പ്രെഡ് ചെയ്ത് സോയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ആക്ച്വലി ഫൗണ്ടേഷൻസിന്റെ ഡ്യൂട്ടി. അപ്പോ സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി എന്നല്ലേ നമ്മൾ SBC, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് ജിയിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? അതിന് താങ്ങാൻ പറ്റാവുന്ന, സേഫ് ആയിട്ട് താങ്ങാൻ പറ്റാവുന്ന പ്രഷർ. ഒരു സോയിലിന് ബിനീത്തുള്ള, ഫൂട്ടിങ്ങിന്റെ ഫൗണ്ടേഷന് ബിനീത്തുള്ള സോയിലിന് സേഫ് ആയിട്ട് താങ്ങാൻ പറ്റുന്ന പ്രഷർ അല്ലെ, ന്യൂട്ടൺ പെർ mm² അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ m² എന്ന യൂണിറ്റ് വരുന്ന പ്രഷർ ഇല്ല, അതിന്റെ വാല്യൂ, അതിനകത്ത് നിൽക്കണം നമ്മൾ വരുന്ന ആക്ച്വലി ഫൂട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ ഫൗണ്ടേഷനിലോട്ട് വരുന്ന പ്രഷർ. അപ്പൊ അതിനെന്ത് ചെയ്യും? അതിന് റിക്വയർഡ് ആയിട്ടുള്ള ഏരിയയും ഡെപ്തും നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ സെറ്റിൽമെന്റ് വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ്. അതും കൂടെ ഒരു കൺസിഡറേഷൻ ആണ്. പെർമിസിബിൾ ലിമിറ്റ്സിനകത്ത് സെറ്റിൽമെന്റുകൾ നിലനിർത്തുക. സോയിലിന്റെ സെറ്റിൽമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പെർമിസിബിൾ വാല്യൂ ഉണ്ടാവും. ഒരു 9 mm, 10 mm തുടങ്ങിയ ചെറിയ വാല്യൂസ് ഉണ്ടാവും. ഓരോ എത്രത്തോളം സെറ്റിൽ ചെയ്യാം അതിനകത്ത് നമ്മളെ നിർത്തണം. നമ്മളെ വരുന്ന ലോഡ് സ്പ്രെഡ് ചെയ്ത് അതിനകത്ത് നിർത്താനാണ് നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് ആണ് ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. നമുക്ക് നിങ്ങൾക്ക് CME പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണുള്ളത്, ഷാലോ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ഡീപ്പ് ഫൗണ്ടേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോഡ് അത്ര ഹെവി അല്ല, അതുപോലെ തന്നെ
ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ഇസ് വെരി ഹൈ, അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള സ്ട്രാറ്റ ആണെങ്കിലാണ് ഷാഡോ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുക. എന്നാൽ ഹെവി സ്ട്രക്ചറുകൾ, ഹെവി ആയിട്ടുള്ള മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ, ഹൈ റൈസ് ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ വെരി വീക്ക് സോയിൽ, ക്ലേ സോയിലുകൾ, വെരി വീക്ക് ആയിട്ടുള്ള ക്ലേ സോയിലുകളിലൊക്കെ എന്താണ് ഡീപ്പ് ഫൗണ്ടേഷൻസ് ആണ് ഉപയോഗിക്കുക. ഡീപ്പ് ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് പൈല്, പിയർ, വെൽ ഫൗണ്ടേഷൻ തുടങ്ങിയ ഫൗണ്ടേഷൻസ്, ബ്രിഡ്ജസിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ഇത്തരം ടൈപ്പുകളാണ് ഉപയോഗിക്കുക. നമുക്ക് ഇവിടെ ഡിസൈൻ ആസ്പെക്റ്റിൽ നമ്മുടെ സിലബസ് പ്രകാരം ഷാലോ ഫൗണ്ടേഷനിൽ തന്നെ ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ വൈസ് അതിന് ഡെപ്ത് എന്ന് പറയുന്നത് വിഡ്ത്തിന് ഈക്വലോ അല്ലെങ്കിൽ അതിന് കുറവോ ആയ ഫൗണ്ടേഷനെയാണ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഡെപ്ത് ഫൗണ്ടേഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത്. അതിൽ തന്നെ ഷാലോ ഫൗണ്ടേഷൻ തന്നെ 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ സ്പ്രെഡ് ഫൂട്ടിംഗ്, പിന്നെ വാൾ ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, കാൻഡിലിവർ ഓർ സ്ട്രാപ്പ് ഫൂട്ടിംഗ്, മാറ്റ് ഓർ റാഫ്റ്റ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. സ്പ്രെഡിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഐസൊലേറ്റഡ് ആൻഡ് കണ്ടിന്യൂസ്. നമുക്ക് ഓരോന്നും ജസ്റ്റ് അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടത്താം. പിന്നെ ഡീപ്പ് ഫൗണ്ടേഷന്റെ കേസിൽ വരുമ്പോൾ പൈല്, വെൽ കേസൺ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഡീപ്പ് ഫൗണ്ടേഷനെ കുറിച്ച് ഡിസൈൻ ആസ്പെക്റ്റിൽ നമുക്കില്ല. അപ്പൊ നമുക്ക് ഷാലോ ഫൗണ്ടേഷനിലെ ടൈപ്പുകൾ ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഫസ്റ്റ് വൺ സ്പ്രെഡ് ഫൂട്ടിംഗ്. എന്താണ് സ്പ്രെഡ് ഫൂട്ടിംഗ്? സ്പ്രെഡ് ഫൂട്ടിംഗ് എന്നുള്ളത് ആ വേർഡ് മീനിങ് തന്നെ വരുന്ന ലോഡിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വരുന്നത് ലോഡ് ഫ്രം കോളംസ് ഓർ വാൾസ്. വാൾസിൽ നിന്നോ കോളത്തിൽ നിന്നോ വരുന്ന ലോഡിനെ സ്പ്രെഡ് ചെയ്യുന്നതാണ് ആക്ച്വലി സ്പ്രെഡ് ഫൂട്ടിംഗ്. ഇനി സ്പ്രെഡ് ഫൂട്ടിംഗിൽ കോളത്തിൽ നിന്നാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിനെ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്നും, എന്നാൽ വാളിൽ നിന്നുള്ള ലോഡാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വാള് വരുന്ന ഫൂട്ടിങ്സ് ആണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്നും പറയും. സ്ഥിരമായിട്ട് PSC പോലുള്ള എക്സാമിന് ചോദിക്കുന്നതാണ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ലോഡ് ഫ്രം കോളംസ് ആണെങ്കിൽ, സ്പ്രെഡ് ഫൂട്ടിംഗ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ലോഡ് ഫ്രം കോളം ആണെങ്കിൽ അതിനെ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്നും, അതിൽ തന്നെ വാളിൽ നിന്നാണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്നും പറയും. ഇവിടെ ഈ പിക്ചറിൽ കാണാൻ പറ്റും, ഈ ഒരു പിക്ചർ ഇത് മേസണറി അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളാണ്. അതിനെ താഴെ കൊടുത്തുള്ള ഫൂട്ടിംഗ് ആണ് ആക്ച്വലി സ്ട്രിപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. ഇവിടെ ലെങ്ത് വൈസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫൂട്ടിംഗ് ഉണ്ടാവും. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൂട്ടിങ്സ് ഉണ്ട്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് തന്നെ കോളം ആണ്, അതിൽ സ്റ്റെപ്പ്ഡ്, സ്ലോപ്പ് തുടങ്ങിയ ഫൂട്ടിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ പിക്ചറുകളൊന്ന് ഫെമിലിയർ ചെയ്യാം. ഇതൊരു സിമ്പിൾ ഫൂട്ടിംഗ് ആണ്, അതിനൊറ്റ സ്ലാബ് മാത്രമേ ഉള്ളൂ അല്ലെ. ഈ ഒരു ടൈപ്പാണ് നമുക്ക് ഡിസൈനിൽ പഠിക്കാനുള്ളത്. ഈ ഒരു ടൈപ്പിന്റെ ഡിസൈൻ ആണ് നമുക്ക് പഠിക്കാൻ. ഇനി സ്ലോപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഡ്ജിൽ ഒരു തിക്നെസ് ഉണ്ടാവും. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഇതിന്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്ത് വരും. അതായത് ഒരു സ്ലോപ്പിംഗ് ആക്ഷൻ ആണ്, സ്ലോപ്പിന്റെ മാനറിലാണ് ഈ ഒരു ഫൂട്ടിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ്. ഇത് ആദ്യം താഴെ വലിയൊരു റെക്ടാങ്കുലർ പോർഷൻ, പിന്നെ മുകളിലോട്ട് വരുന്നതോറും റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് കുറച്ച് കൊണ്ടുവന്ന് സ്റ്റെപ്പ്ഡ് ഫാഷനിലാണ് ഈ ടൈപ്പ് ഫൂട്ടിംഗ് കാസ്റ്റ് ചെയ്യുന്നത്. ഇനി വളരെ റയർ ആയിട്ട് സർക്കുലർ ഫൂട്ടിങ്ങുകളും കാണാറുണ്ട്. സർക്കുലർ ഫൂട്ടിംഗ് അത്ര കോമൺ അല്ല, കാരണം അതിന്റെ ഷട്ടറിംഗ് ഫോം വർക്ക് കാര്യങ്ങൾ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് കൂടുതൽ കാണപ്പെടുന്നത് സ്റ്റെപ്പ്ഡ് ആൻഡ് സ്ലോപ്ഡ് ഫൂട്ടിംഗ് ആണ് ഐസൊലേറ്റഡിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫൂട്ടിംഗ്, വാൾസിന്റെ കേസ് ആകുമ്പോൾ കണ്ടിന്യൂസ് ഫൂട്ടിംഗും കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇത്രയാണ് സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു കോളം അല്ലെങ്കിൽ ഒരു വാൾ അല്ലെ, അതിനെ താങ്ങാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻസിനെയാണ് ആക്ച്വലി സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ
ആക്ച്വലി അത് സ്പ്രെഡ് ഫൂട്ടിംഗ് ആണ്, വിച്ച് സപ്പോർട്ട്സ് 2 or more കോളം. രണ്ടോ അതിലധികമോ കോളത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ സ്ട്രക്ചറിനെയാണ് എന്ത് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് കമ്പൈൻഡ് ഫൂട്ടിങ്സ് കൊടുക്കാറ്? രണ്ട് കോളം തൊട്ട അടുത്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, നിയർ ബൈ ആയിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ രണ്ടിനും സെപ്പറേറ്റ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുക്കുന്നതിന് പകരം അത് എക്കണോമിക്കൽ ആവില്ല. കാരണം രണ്ട് എക്സ്കവേറ്റ് ചെയ്ത് വരുമ്പോൾ രണ്ട് ഓവർലാപ്പ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ചിലപ്പോൾ വളരെ അടുത്തായതുകൊണ്ട് എക്കണോമിക് വൈസ് രണ്ടും കൂടെ ഒറ്റ ഫൂട്ടിംഗ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് വരുന്നത്. അതായത് കോളംസ് അടുത്തടുത്ത് പ്ലേസ് ചെയ്യുമ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുത്ത് അതിന്റെ ഫൗണ്ടേഷൻ എക്സ്കവേറ്റ് ചെയ്ത് വരുമ്പോൾ രണ്ടിന്റെയും ഫൂട്ടിങ്ങുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അത് ഒഴിവാക്കാനാണ് കമ്പൈൻഡ് ഫൂട്ടിങ്ങുകൾ കൊടുക്കുന്നത്. അങ്ങനത്തെ കേസുകളിലാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ ഷേപ്പ് നോർമലി കാണപ്പെടുന്ന റെക്ടാങ്കുലറോ ട്രപ്പിസോയിഡലോ ആവാം. റെക്ടാങ്കുലർ എന്ന് പറയുന്ന പിക്ചറിൽ നിങ്ങൾ ഫസ്റ്റ് കാണാൻ പറ്റും. ഇതാണ് റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ്. നോർമലി ഈ ഒരു ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വരുന്ന രണ്ട് കോളത്തിലും സിമെട്രിക് ലോഡിംഗ് ആണെങ്കിൽ, അത് സെയിം ലോഡാണ് വരുന്നതെങ്കിൽ റെക്ടാങ്കുലർ ടൈപ്പ് ആണ് വരിക. എന്നാൽ വരുന്ന ലോഡുകൾ രണ്ടിലും ഡിഫറെന്റ് ആണെങ്കിൽ എക്കണോമിക് കൺസിഡറേഷനിൽ നമ്മൾ ട്രപ്പിസോയിഡിലാണ് കൊടുക്കാറ്. കാരണം ഈ ഒരു കോളത്തില് ലൈറ്റർ ആയിട്ടുള്ള ലോഡാണ്, ഇവിടെ കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ള ലോഡാണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഹെവിയർ ലോഡിനെ ഇത്രയും എടുത്ത് വരികയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് പോർഷനിൽ അത്രയും എടുത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എടുത്ത് കുറക്കാം. അങ്ങനെയാണ് ട്രപ്പിസോഡൽ ഫൂട്ടിംഗ് വരുന്നത്. മെയിൻ ആയിട്ട് എഡ്ജ് കോളംസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ട്രപ്പിസോഡൽ ഫൂട്ടിങ്ങുകൾ ആവാറുണ്ട്. കാരണം നമുക്ക് എക്കണോമി അല്ലെ അത്രയും വെറുതെ വിടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈറ്റർ കോളത്തിന്റെ സൈഡിൽ വിടുത്ത് നമുക്ക് കുറക്കാം. അങ്ങനെയാണ് ട്രപ്പിസോഡൽ ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രാപ്പ് ഓർ കാൻഡിലിവർ ഫൂട്ടിംഗ്. സ്ട്രാപ്പ് ഓർ കാൻഡിലിവർ ഫൂട്ടിംഗ്, ഈ ടൈപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഫൂട്ടിങ്ങിനെ നിന്നും ഒരു ബീം, ഒരു സ്ട്രാപ്പ് ബീം കണക്ട് ചെയ്ത് അടുത്ത ഫൂട്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത് ജനറലി പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സദാ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. ഈ ഒരു ഫൂട്ടിങ്ങിന്റെ പ്രത്യേകത, ഇവിടെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ എൻഡിന്റെ, ഈ ഒരു കോളത്തിന്റെ ഈ എൻഡിൽ മേ ബി ഈ ഒരു ബൗണ്ടറി ലൈനിലായിരിക്കാം ഈ കോളം, തൊട്ടടുത്ത് വേറെ പ്രോപ്പർട്ടി ആയിരിക്കാം. അങ്ങനെ ആവുമ്പോൾ ഇതിന് സ്പ്രെഡ് ഫൂട്ടിംഗ് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഇല്ല, ഇല്ലേ? ഈ ഒരു സൈഡിൽ ഇവിടെ സ്പേസ് ഇല്ലാത്ത കേസിൽ ഇതിനെ ഒരു എക്സ്ട്രാ സപ്പോർട്ടിംഗ് ആയിട്ട് നിലവിലുള്ള ഒരു ഫൂട്ടിങ്ങിൽ നിന്നും ഒരു ബീം കണക്ട് ചെയ്തേക്കാണ്. ഇത്തരം ഫൂട്ടിങ്ങുകളാണ് ആക്ച്വലി സ്ട്രാപ്പ് ഓർ കാൻഡിലിവർ ഫൂട്ടിംഗ്. ഇവിടെ കാൻഡിലിവർ ആക്ഷൻ ആണ് വരുന്നത്. കാരണം ഈ ഒരു ബീം കാൻഡിലിവർ ആയിട്ട് ആക്ട് ചെയ്ത് ഇതിന്റെ ലോഡ് ആക്ച്വലി ഇത് ഇങ്ങോട്ടാണ് ഒരു പോർഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ബീം ഒരിക്കലും എന്ത് ചെയ്യില്ല, ലോഡ് മണ്ണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, സോയിലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇത് നേരെ ഈ ഫൂട്ടിങ്ങിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് സ്ട്രാപ്പ് ഓർ കാൻഡിലിവർ ഫൂട്ടിംഗ്. മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ബൗണ്ടറി ലിമിറ്റേഷൻസ് ഉണ്ടാവുമ്പോൾ ആണ് മെയിൻ ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. They are the spread footing of two columns connected by a strap beam. Such a footing is used to combine the footing of outer column to the adjacent one so that the footing of the former does not extend in the adjoining property. അതാണ് പറഞ്ഞത്. ഇവിടെ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഇതിനെന്ത് ചെയ്യുന്നു, ഒരു സ്ട്രാപ്പ് ബീം വെച്ച് നിലവിലുള്ള ഒരു ഫൂട്ടിങ്ങിലോട്ട് കണക്ട് ചെയ്തു. സ്ട്രാപ്പ് ബീം ഒരു ലോഡും എന്ത് ചെയ്യുന്നില്ല, സോയിലിലോട്ട് എനി പ്രഷർ ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അവിടെ ജസ്റ്റ് ഈ വരുന്ന ലോഡിന്റെ ഒരു പോർഷൻ നേരെ ഈ ഫൂട്ടിങ്ങിലോട്ടാണ് സ്ട്രാപ്പ് ഓർ കാൻഡിലിവർ ഫൂട്ടിങ്ങിന് നമ്മൾ വരുന്നത്. ഇനി കാൻഡിലിവർ ആക്ഷൻ കാൻഡിലിവർ എന്നുള്ള നെയിം വരാനുള്ള കാരണം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ബീമിന്റെ അല്ലെ ഇവിടെ കാൻഡിലിവർ ആക്ഷൻ എൻഡിലാണ് ഇവിടെ ലോഡ് വരുന്നത്, താഴെ ഒന്നും സപ്പോർട്ട് ഇല്ല, ഈ എൻഡിൽ മാത്രമാണ് സപ്പോർട്ട്. ഓക്കെ, അതാണ് കാൻഡിലിവർ ആക്ഷൻ. ഇനി മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ. മാറ്റ് ഓർ റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് പറഞ്ഞു, ഒരു കോളത്തിന് ഒരു ഫൂട്ടിംഗ്. കമ്പൈൻഡ് ആകുമ്പോൾ 2 or more columns, മേ ബി 3 or 4 സംതിങ് അങ്ങനെയാവും. എന്നാൽ മാറ്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റയർ ഏരിയ, ഒരു ബിൽഡിങ്ങിന്റെ എൻറ്റയർ ഏരിയക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒറ്റ ഫൂട്ടിംഗ്, ഒരു സ്ലാബ് പോലെ കാസ്റ്റ് ചെയ്യാം. ഒറ്റ സ്ലാബ് കാസ്റ്റ് ചെയ്തിട്ട്
അതിൽ നിന്നും ഓരോ കോളങ്ങൾ റൈസ് ചെയ്യുന്നതാണ് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കോളംസ് എല്ലാം ഭയങ്കര ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കുമ്പോൾ എക്കണോമി വൈസ് നമുക്ക് ഒറ്റ സ്ലാബ് കൊടുക്കുന്നതായിരിക്കും ഇമ്പോർട്ടൻറ്റ്, എളുപ്പം, മാത്രമല്ല ടൈമും സേവ് ചെയ്യാൻ പറ്റും ഒരുപാട്, അല്ലേ? അങ്ങനത്തെ കേസുകളിലാണ് മെയിൻ ആയിട്ട് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻസ് ഉപയോഗിക്കുന്നത്. വേറെ കേസുകളുണ്ട്, സോയിലിന്റെ കപ്പാസിറ്റി വീക്ക് ആവുമ്പോൾ തുടങ്ങിയാലുണ്ട്. നമുക്കൊന്ന് നോക്കാം. Footing that covers entire area beneath the structure and support all the walls and columns. All the walls and columns നെ സപ്പോർട്ട് ചെയ്യാൻ footing ആ ഏരിയനെ, ബിൽറ്റപ്പ് ഏരിയനെ മൊത്തമായിട്ട് കവർ ചെയ്യും, അല്ലേ? Provided when loads are heavy, bearing capacity of soil is low, യൂസ് ഓഫ് സ്പ്രെഡ് ഫൂട്ടിംഗ് വുഡ് കവർ മോർ ദാൻ 1/2 ഓഫ് ദ ഏരിയ. അതായത് നമ്മൾ ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് ഫൂട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ ആ ഫൂട്ടിങ്ങിന്റെ പ്ലാൻ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ബിൽഡിങ്ങിന്റെ പ്ലാൻ ഏരിയന്റെ ഹാഫിനേക്കാളും കൂടുതൽ നമുക്ക് മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും എക്കണോമിക്കലി ഫീസിബിൾ. പിന്നീട് ഒരു കാര്യം കൂടി ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്. ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് വരാൻ ചാൻസ് ഉള്ള സോയിലുകളിൽ നമ്മൾ എന്ത് ചെയ്യും? മാറ്റ് ഫൗണ്ടേഷൻ ആണ് കൊടുക്കുക. ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്താ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ സോയിൽ തന്നെ വരുന്ന പോർഷനിൽ വരുന്ന സോയിലുകൾ തന്നെ ഒരു ഏരിയയിൽ എക്സ്ട്രാ സെറ്റിൽമെന്റ് കുറച്ച് അധികമായി കഴിഞ്ഞാൽ ആ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണെങ്കിൽ ആ ഭാഗം പ്രത്യേകം സെറ്റിൽ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ കൂടിയാണ് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത്രയാണ് ടൈപ്സ് നമുക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ഒരു ലോഡ് കോളത്തിൽ നിന്നും സോയിലിലോട്ട് ഫൂട്ടിംഗ് വഴി സോയിലിലോട്ട് ട്രാൻസ്ഫർ ചെയ്തെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ബിനീത്ത് ഫൂട്ടിംഗ്. അപ്പൊ ആക്ച്വലി ഒരു ലോഡ് കോളത്തിൽ നിന്ന് വരുന്നു, ആ ലോഡിനെ ഫൂട്ടിംഗ് നമ്മൾ കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്യുന്നു, എന്നിട്ട് ഈ ഒരു സ്ലാബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്ലാബാണ്. ഈ സ്ലാബിന്റെ പ്രത്യേകത എന്താ? സോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കാണ്. ആക്ച്വലി ഇവിടെ കംപ്രഷൻ ആണ് വരുന്നത്, അല്ലേ? കംപ്രഷൻ ആണ്, കംപ്ലീറ്റ് സപ്പോർട്ടിംഗ് ആണ്. അല്ലാതെ നമ്മൾ ബീം ആക്ഷൻ അല്ല ഇവിടെ വരുന്നത്, ഒരു എൻഡിൽ സപ്പോർട്ടിംഗ് അല്ല, കംപ്ലീറ്റ് അതിന്റെ സോയിൽ റെസ്റ്റ് ചെയ്യാണ്. അപ്പോ ഇതിൽ വരുന്ന ലോഡ് കാരണം സോയിൽ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങോട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യും. ന്യൂട്ടൺസ് തേർഡില്, അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഫോഴ്സ് വരുന്ന കാരണം സോയിൽ ഇങ്ങോട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യും. നമ്മൾ ഡിസൈൻ പർപ്പസിന് ഈ സോയിൽ പ്രഷർ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ എല്ലാം ചെയ്യുന്നത്. അതായത് സോയിലിന്റെ പ്രഷർ ഇങ്ങോട്ട് ഒരു ലോഡ് ആക്ട് ചെയ്യുന്ന പോലെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ സ്ലാബിന്റെ ഡിസൈൻ എല്ലാം നമ്മൾ ചെയ്യുന്നത്. അതായത് ഇൻവേർട്ടഡ് ആയിട്ട് ഇതെങ്ങനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, ലോഡിങ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ കൺസിഡറേഷനിൽ ഈ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആവാൻ ചാൻസ് ഇല്ല. കാരണം സോയിലിന്റെ ഡിഫറൻറ്റ്, അതുപോലെ തന്നെ ലോഡിങ്ങും പല ഭാഗത്തും പല രീതിയിലായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഈ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ സോയിലിന്റെ ഫൂട്ടിങ്ങിന് താഴെയുള്ള പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്തല്ല, യൂണിഫോം അല്ല. ആക്ച്വലി യൂണിഫോം അല്ല, വേരിയേഷൻസ് വരാം. ഫൂട്ടിങ്ങിൽ ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷർ യൂണിഫോം അല്ല. അത് ഫൂട്ടിങ്ങിന്റെ റിജിഡിറ്റി, സോയിലിന്റെ ടൈപ്പ്, സോയിലിന്റെ കണ്ടീഷൻസ് എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഡിസൈനിന് വേണ്ടി നമ്മൾ യൂണിഫോം പ്രഷർ ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. യൂണിഫോം പ്രഷർ ആണ് ഫൂട്ടിങ്ങിന്റെ താഴെ സോയിൽ എക്സേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, എങ്ങനെയാണ് ഒരു ഫൂട്ടിങ്ങിന്റെ കേസിൽ ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഡിസൈന് വേണ്ട സ്റ്റെപ്പുകളിൽ ആവശ്യമായ ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ് ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് വേണ്ടത് എവിടെയാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക എന്ന് അറിയണം, അല്ലെ? അതുകൊണ്ട് തന്നെ IS 456 ക്ലോസ് 34.2.3.2a പേജ് 65 പറയുന്നത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോർ എ ഫൂട്ടിംഗ് സപ്പോർട്ടിംഗ് എ കോൺക്രീറ്റ് കോളം. പ്രത്യേകം ശ്രദ്ധിക്കുക, കോൺക്രീറ്റ് കോളമോ വാളോ സപ്പോർട്ട് ചെയ്യുന്ന ഫൂട്ടിങ്ങിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം ഓർ വാൾ. ഫേസ് ഓഫ് ദ കോളത്തിന്റെ ആ ലൈനിലാണ് മാക്സിമം ബെൻഡിങ് വരിക എന്നുള്ളതാണ് IS 456 പറയുന്നത്.
ഇത് കോൺക്രീറ്റ് കോളത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കേസ് മാത്രമാണ്. അല്ലെങ്കിൽ മാസണറി വാൾ അല്ലെങ്കിൽ മാസണറി കോളം ആണെങ്കിൽ കേസ് ഡിഫറെന്റ് ആണ്. അത് IS 456 പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ ഡിസൈനിൽ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോളത്തിന്റെ ഡിസൈൻ ആണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വരുന്ന ഇതൊരു ഫൂട്ടിംഗ് ആണ്, അതിന്റെ പ്ലാൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, കോളം ഇവിടെ ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഡയറക്ഷനിൽ അല്ലെ, എക്സ് ഡയറക്ഷനിൽ കോളത്തിന്റെ ഫേസ് അല്ലെ പോകുന്ന ലൈനാണ് ഇത്. y ഡയറക്ഷനിൽ കോളത്തിന്റെ ഫേസിലൂടെ പോകുന്ന ലൈനാണ് ഈ y അല്ലെ. ഈ ഒരു ഡയറക്ഷൻ, ഈ ഒരു സെക്ഷനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. ഒന്നില്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ. നമ്മൾ ഡിസൈൻ ആസ്പെക്റ്റിൽ രണ്ട് ഡയറക്ഷനിലും ഫേസ് ഓഫ് ദ കോളത്തിന്റെ രണ്ട് എക്സ് ഡയറക്ഷനിലും y ഡയറക്ഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഏതാണോ ഹയർ അത് വെച്ചിട്ട് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നമുക്ക് എങ്ങനെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഫേസ് ഓഫ് ദ കോളത്തിൽ വരുന്ന സെക്ഷൻ അല്ലെ, കോളത്തിന്റെ ഫേസ് എന്ന് പറയുന്നത് ഇതാണല്ലോ അല്ലെ, അതിലൂടെ പാസ് ചെയ്യുന്ന സെക്ഷനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നു IS 456. അപ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ബെൻഡിങ് മൊമെന്റ് സിമ്പിൾ ആണ്. ഈ ഒരു സ്ട്രിപ്പ്, ഈ ഒരു ഗ്രീൻ പോർഷനിൽ കാണിച്ചു വെച്ച സ്ട്രിപ്പില് വെയിറ്റ് അല്ലെ, അതിന്റെ വെയിറ്റ് അതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ, സോയിൽ പ്രഷർ ഇൻറ്റു നമ്മൾ ഏത് സെക്ഷനിലോട്ടാണ് കാണുന്നത്, ഈ ഒരു സെക്ഷനിലോട്ട് അല്ലെ, ആ സെക്ഷനിലോട്ട് ഇതിന്റെ സെൻട്രൽ നിന്ന് ഡിസ്റ്റൻസ്, ഇതാണ് ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സോയിൽ പ്രഷർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യാം, അല്ലാതെ സപ്പോർട്ട് റിയാക്ഷൻസ് ഒന്നും ഇല്ല ഇവിടെ. ഒരു ഫൂട്ടിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സോയിലിനെ റെസ്റ്റ് ചെയ്യണം. ആക്ച്വലി ഇവിടെ ബെൻഡിങ് കംപ്രഷൻ ആണ്, കംപ്രഷൻ ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അത് കാരണമുള്ള ബെൻഡിങ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പോർഷനിലെ ബെൻഡിങ് മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് സോയിൽ പ്രഷറിനെ P0 എന്ന് നോട്ട് ചെയ്യാം. P0 അപ്വേർഡ് സോയിൽ പ്രഷറിനെ P0 എന്ന് നോട്ട് ചെയ്യാം. അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റ് അല്ലെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. SI യൂണിറ്റിലാണെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമുക്ക് അതേ പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വരുന്ന ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇൻറ്റു സെൻട്രൽ നിന്നും, ഈ സ്ട്രിപ്പിന്റെ സെൻട്രലിൽ നിന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെക്ഷനിലോട്ട് ഡിസ്റ്റൻസ് ചെയ്താൽ എന്തായി, ബെൻഡിങ് മൊമെന്റ് കിട്ടി. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ടോട്ടൽ ലോഡ് ആക്ടിങ് ഇൻ ദി സ്ട്രിപ്പ്. അപ്പോൾ P0 ഇൻറ്റു L അല്ലെ, ഇതിന്റെ ഏരിയ, ഈ ഒരു സ്ട്രിപ്പിന്റെ ഏരിയ L എന്ന് പറയുന്നത് ഈ വിഡ്ത്ത്, ഈ ലെങ്ത് അല്ലെ, ലെങ്ത് ഇവിടെ ഫൂട്ടിങ്ങിന്റെ ലെങ്ത് L ഉം വിഡ്ത്ത് B ആണ്. നമ്മൾ എടുത്തത് കോളത്തിന്റെ സൈസ് AB അല്ലെ, ഇവിടെ കാണിച്ചിരിക്കുന്ന സൈസ് AB. ഓക്കെ, അപ്പൊ L ഇൻറ്റു, ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പോർഷന്റെ വിഡ്ത്ത് ആണ്. ഈ ഒരു പോർഷന്റെ വിഡ്ത്ത് എങ്ങനെ കിട്ടും, B മൈനസ് B ബൈ 2 അല്ലെ. എങ്ങനെയാണ് B മൈനസ് B, ഈ വിഡ്ത്തിൽ നിന്നും ഈ B കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ പകുതി ആയിരിക്കും ഈ ഒരു പോർഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, B ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര വരും, ഇത് അല്ലെ, ഇത്രയും വിഡ്ത്ത് വരും, മൈനസ് B ബൈ 2 B ബൈ 2 ആയിരിക്കുമല്ലോ, സിമെട്രിക്കൽ ആയിട്ടായിരിക്കും കോളം പ്ലേസ് ചെയ്യാം. അപ്പോൾ B ബൈ 2 മൈനസ് ഈ ഒരു പോർഷൻ B ബൈ 2, അതായത് B മൈനസ് B ബൈ 2 ഇൻറ്റു L ചെയ്താൽ ഈ ഒരു പോർഷന്റെ ഏരിയ ആയി. ആ ഏരിയനെ നമ്മൾ പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി, നമുക്ക് അവിടുത്തെ ടോട്ടൽ ലോഡ്, ആ ഒരു സ്ട്രിപ്പിൽ വരുന്ന ലോഡ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ നമ്മൾ സെക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു വിഡ്ത്തിന്റെ പകുതി, B മൈനസ് B ബൈ 2ന്റെ പകുതി, B മൈനസ് B ബൈ 4. അപ്പോൾ ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് P0 ഇൻറ്റു L ഇൻറ്റു B മൈനസ് B ബൈ 2 ഇൻറ്റു B മൈനസ് B ബൈ 4. You will get the answer P0 into L, B minus B the whole square by 8. ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ കണ്ടത് കംപ്ലീറ്റ് ഡിസൈൻ ഇല്ല, ഈ ബെൻഡിങ് കൺസിഡറേഷനിലുള്ള ഡെപ്ത് മാത്രം കാണാൻ പറഞ്ഞിട്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുള്ളത്.
അപ്പോൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഇത് മേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഡെപ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രഷർ ഇൻറ്റു ഈ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബി മൈനസ് പി ബൈ ടു ഇൻറ്റു ഡിസ്റ്റൻസ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസ്, അത് ബി മൈനസ് പി ബൈ ടുവിന്റെ പകുതി, ബി മൈനസ് പി ബൈ 4. അപ്പോൾ P0 ഇൻറ്റു എൽ ഇൻറ്റു ബി മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ബൈ 8 ആണ് MXX, മൊമെന്റ്, ബെൻഡിങ് മൊമെന്റ് അറ്റ് XX ഡയറക്ഷൻ. ഇനി YY ഡയറക്ഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. YY ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെ, കോളത്തിന്റെ ഫേസിലുള്ള സെക്ഷൻ, ഈ ഒരു റെഡ് സ്ട്രിപ്പിന്റെ ബെൻഡിങ് കാരണം ഉണ്ടാവുന്ന ബെൻഡിങ്. അപ്പോൾ പ്രഷർ ഇൻറ്റു ഈ റെഡ് സ്ട്രിപ്പിന്റെ ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. ഇവിടുന്ന് ഇതിന്റെ ഈ ഒരു സ്ട്രിപ്പിന്റെ സെന്ററിൽ നിന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്ന YY സെക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ എന്ത് ചെയ്യാം, പ്രഷർ ഇൻറ്റു ഏരിയ ബി ഇൻറ്റു ഇവിടെ സെയിം തന്നെ L മൈനസ് എ ബൈ ടു അല്ലെ, ഈ ഒരു പോർഷന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് L മൈനസ് എ ബൈ ടു, അതായത് L ബൈ ടു മൈനസ് എ ബൈ ടു ആണ് L മൈനസ് എ ബൈ ടു. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, L minus a by 2 ന്റെ പകുതി L minus a by 4. You will get the answer P0B into L minus a the whole square by 8. MYY equal to P0 into B into L minus a the whole square by 8. ഇങ്ങനെയാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഫൂട്ടിങ്ങിന്റെ കേസിൽ കണ്ടുപിടിക്കുന്നത്. ഇനി ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഷിയർ ആക്ഷൻ ഫൂട്ടിങ്ങിന്റെ കേസിൽ വരും. വൺ വേ ഷിയർ ആൻഡ് ടു വേ ഷിയർ. നമ്മൾ ഡിസൈൻ സ്റ്റെപ്പുകൾ നമ്മൾ വഴി ഡിസ്കസ് ചെയ്യും. അതിൽ ബെൻഡിങ് കൺസിഡറേഷനിൽ നിന്നും ഷിയർ കൺസിഡറേഷനിൽ നിന്നും രണ്ട് കൺസിഡറേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഡിസൈൻ സ്റ്റെപ്പിന്റെ പ്രൊസീജിയർ. അപ്പോൾ വൺ വേ ഷിയർ അതുപോലെ തന്നെ ടു വേ ഷിയർ എന്ന് പറയുന്ന രണ്ട് ഷിയർ ആക്ഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ എന്താണ് വൺ വേ ഷിയർ എന്ന് നോക്കാം. ഇവിടെയും ഷിയർ മാക്സിമം വരുന്ന പോയിന്റ്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് IS 456 പറയുന്നുണ്ട്. IS 456 പ്രകാരം കോളത്തിന്റെ ഫേസിൽ നിന്നും എഫക്റ്റീവ് ഡെപ്ത് D മാറിയിട്ടുള്ള ഒരു സെക്ഷനിലായിരിക്കും മാക്സിമം ഷിയർ ഫോഴ്സ് വരിക. കോളത്തിന്റെ ഫേസിൽ നിന്നും എഫക്റ്റീവ് ഡെപ്ത് D മാറിയിട്ടുള്ളതാണ് വൺ വേ ഷിയർ മാക്സിമം വരിക. ഈ ഷിയറിംഗ് ആക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഈ ഒരു കോളം കാരണം ഈ ഒരു സ്ട്രിപ്പ് ഇതാ ഈ പിക്ചറിൽ കാണിച്ച പോലെ ഈ ഒരു സ്ട്രിപ്പ് എന്ത് ചെയ്യാണ്, തെന്നി മാറാനുള്ള ഒരു ചാൻസ് ആണ് അല്ലെ. അങ്ങനെയാണ് ഇവിടെ ഷിയറിംഗ് ആക്ഷൻ വരുന്നത്. ആ ഷിയറിംഗ് ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വൺ വേ ഷിയറും ടു വേ ഷിയറും തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും പിക്ചർ കാണുമ്പോൾ. ടു വേ ഷിയർ അടുത്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വൺ വേ ഷിയർ ഫോഴ്സ് മാക്സിമം വരുന്ന പോയിന്റ് ഏതാണ്, ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്നും സ്മോൾ ഡി ഡെപ്ത് മാറിയ സ്മോൾ ഡിന്റെ വാല്യൂ, അതായത് എഫക്റ്റീവ് ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മാറിയ ലൈനിലാണ്, മാറിയ സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, മാക്സിമം ഷിയർ ഫോഴ്സ് വരുന്നത്. അത് രണ്ട് ഡയറക്ഷനിലും ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് കാണിച്ചത്, അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ഷനിലും ഉണ്ടാവും. ഡി ഡെപ്ത് ഈ ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് ഡി ഡെപ്ത് മാറിയിട്ട് ഇവിടെ പ്ലാനിൽ കാണിച്ച പോലെ തന്നെ. ഓക്കെ, ഇനി ടു വേ ഷിയർ ഓർ പഞ്ചിങ് ഷിയർ. എന്താണ് ടു വേ ഷിയർ ഓർ പഞ്ചിങ് ഷിയർ എന്ന് നോക്കാം. ടു വേ ഷിയർ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ആക്ഷൻ ആണ് വരുന്നത്. അതായത് കോളത്തിൽ നിന്ന് വരുന്ന ഹെവി ലോഡ് കാരണം ഈ ഒരു മൊത്തം പോർഷൻ ഷിയർ ചെയ്ത് പോകാനുള്ള ചാൻസ് അല്ലെ. ഇതാണ് ആ ഒരു ഷിയറിംഗ് ഏരിയ കാണിച്ചിട്ടുള്ളത് അല്ലെ, ഇത്തരം ഫോഴ്സ് ഷിയറിംഗ് ഏരിയ കാണിച്ചിട്ടുള്ളത്. IS 456 പറയുന്നത് ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്നും D/2 മാറിയ ഈ ഒരു പെരിമീറ്റർ, ഈ ഒരു കംപ്ലീറ്റ് ഏരിയ ആണ് ആക്ച്വലി പഞ്ചിങ് ഷിയറിന്
കാരണമാകുന്ന ഏരിയ, പഞ്ചിങ് ഷിയറിന് കാരണമാകുന്ന ഏരിയ, അതിനെ പഞ്ചിങ് ഷിയറിന് കോസ് ചെയ്യുന്ന പെരിമീറ്റർ എന്ന് പറയുന്നത് d/2 ഡിസ്റ്റൻസ് ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. ഇതിനെ ടു വേ ഷിയർ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയർ എന്ന് പറയുന്നു. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പഞ്ചിങ് ഷിയറിന്റെ ചെക്ക് കൂടെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല എങ്കിലും ഇതുകൂടെ അറിഞ്ഞിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ പഞ്ചിങ് ഷിയറിന്റെ കേസ് പറയുമ്പോൾ നോർമലി സ്ലാബുകളിൽ എക്സ്ട്രാ ഈ പഞ്ചിങ് ഷിയറിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊരു ഹെവി ഫെയിലിയർ ആണ്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ റെയിൻഫോഴ്സ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ച പോലെ തന്നെ ഷിയർ ഫോഴ്സും ഷിയർ സ്ട്രെസ്സും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൺ വേ ഷിയർ ഫോഴ്സ് അലോങ് ദ സെക്ഷൻ അറ്റ് 1-1, ഷിയർ ഫോഴ്സ് അലോങ് ദ സെക്ഷൻ അറ്റ് 1-1. ഓക്കെ, നമ്മള് 1-1 എന്നുള്ള ഡയറക്ഷനിൽ ഈ ഒരു സ്ട്രിപ്പ് ആണല്ലോ അല്ലെ, ഡി ഡിസ്റ്റൻസ് മാറിയിട്ട് ഈ ഒരു സ്ട്രിപ്പിന്റെ ഷിയർ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാം. ലോഡ് ഇൻറ്റു ഈ ഒരു ഏരിയ ചെയ്താൽ മതി, പ്രഷർ ഇൻറ്റു ഈ ഒരു ഏരിയ. പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം P0 ഇൻറ്റു ഏരിയ കണ്ടുപിടിക്കാം L ഇൻറ്റു B മൈനസ് B/2 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആയി, അതിൽ നിന്ന് ഡി കൂടെ കുറച്ചാൽ മതി അല്ലെ. അപ്പൊ എന്ത് കിട്ടി? ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കിട്ടി. ഇനി P0 ഇൻറ്റു L ഇൻറ്റു B മൈനസ് B/2 മൈനസ് ഡി. B മൈനസ് B/2 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആയി, ഈ ഡിസ്റ്റൻസ്, അതിൽ നിന്നും ഈ ഡി കൂടെ കുറച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് ഈ ഒരു സ്ട്രിപ്പിന്റെ വിഡ്ത്ത് കിട്ടി. ലെങ്ത് എന്ന് പറയുന്നത് L തന്നെയാണ്. അപ്പൊ L ഇൻറ്റു B മൈനസ് B/2 മൈനസ് ഡി ഇൻറ്റു P0 ആണ് നമ്മുടെ ഷിയർ ഫോഴ്സ്. ഇവിടെ അടുത്തത് ഷിയർ സ്ട്രെസ്സുകളാണ്. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ബൈ ഷിയറിംഗ് ഏരിയ. ഇവിടെ ഷിയറിംഗ് ഏരിയ ഏതാണ്? ഇവിടെ ഏതാണ് ഷിയർ ചെയ്ത് പോകുന്നത്? നമ്മൾ ആ പിക്ചറിൽ വൺ വേ ഷിയറിന്റെ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു പോർഷൻ ആണ് ഷിയറിംഗ് ഏരിയ അല്ലെ. അപ്പോ ഇങ്ങനെയാണ് ഷിയർ ചെയ്യുന്നതെങ്കിൽ ഈ ഇതിന്റെ വിഡ്ത്ത് ഇൻറ്റു നമ്മുടെ ഡെപ്ത് എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് എടുത്താൽ മതി, ഈ ഡെപ്ത്, അതാണ് ഷിയറിംഗ് ഏരിയ. ഇനി ഈ ഒരു ഡയറക്ഷനിലാണ് ഷിയർ ചെയ്ത് പോകുന്നതെങ്കിലോ ഈ ലെങ്ത് ഇൻറ്റു ഈ ഡെപ്ത്, ഇതാണ് ഷിയറിംഗ് ഏരിയ അല്ലെ. ഈ ഒരു കാണിച്ച ഈ ഒരു ഏരിയ ആണ് ആക്ച്വലി ഷിയറിംഗ് ഏരിയ. അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ് എങ്ങനെയാ, നമ്മൾ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത ഷിയർ ഫോഴ്സ് ബൈ L ഇൻറ്റു ഡി അല്ലെ. L എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രിപ്പ് അല്ലെ ഇൻറ്റു ഡി, അതാണ് ഷിയറിംഗ് ഏരിയ. ഇവിടെ എഫക്റ്റീവ് ഡെപ്ത് തന്നെയാണ് എടുക്കാറ്. ഇപ്പോൾ നമുക്ക് അറിയാം ഡിസൈൻ ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡി ആണ് നമുക്ക് കാൽക്കുലേറ്റ്, ഡെപ്ത് ആണ്, സ്ലാബിന്റെ ഡെപ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫുട്ടിങ്ങിന്റെ ഡെപ്ത്. പക്ഷെ നമുക്ക് ഡി അറിയില്ല, നമുക്ക് ഈ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനിൽ ഡി ഉണ്ട്. ഇതിനെ നമ്മൾക്ക് അറിയാം നോമിനൽ ഷിയർ സ്ട്രെങ്ത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടി, അതിനോട്ട് ഇക്വേറ്റ് ചെയ്യുക. ആ ഷിയർ സ്ട്രെസ്സും ഈ ഷിയർ സ്ട്രെങ്ത്തും നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഡി കണ്ടുപിടിക്കുന്നത്. ഈ ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷനിൽ ഡി ഉണ്ടാവും, അത് നമ്മൾ ഐസോഫിറ്റിക്സ് ടേബിളിൽ നിന്ന് കിട്ടുന്ന ഷിയർ സ്ട്രെസ് വാല്യൂ നിന്ന് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡെപ്ത് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ 1-1 ഡയറക്ഷനിൽ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ 2-2 ഡയറക്ഷനിലും സെയിം തന്നെയാണ്. V2 ഈക്വൽ ടു P0 ഇൻറ്റു B ഇൻറ്റു L മൈനസ് A/2 മൈനസ് D. B ഇൻറ്റു L മൈനസ് A/2 എന്ന് പറയുന്നത് ഈ ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്നുള്ള ടോട്ടൽ ഡിസ്റ്റൻസ്, അതിൽ നിന്ന് ഡി കൂടെ കുറക്കണം അല്ലെ, ഇൻറ്റു ഡി. ഇനി അതിന്റെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഷിയറിംഗ് ഏരിയ B ഇൻറ്റു ഡി ആണ് അല്ലെ, P2 ബൈ B ഇൻറ്റു ഡി. ഇത്രയാണ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇനി വൺ വേ ഷിയറിന്റെ കേസ് കഴിഞ്ഞു. ഇനി ടു വേ ഷിയറുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ടു വേ ഷിയർ, ഈ ടു വേ ഷിയറിന് കോസിങ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പെരിമീറ്ററിൽ അല്ലെ. അപ്പോ ഇതിന് കാരണമാകുന്ന ലോഡ് എന്ന് പറയുന്നത് ഇത്രയും പോർഷന്റെ, നമ്മളിവിടെ ഹാച്ച് ചെയ്ത് കാണിച്ച പോർഷന്റെ ലോഡ് കാരണമാണ് ഇവിടെ ഷിയറിംഗ് സംഭവിക്കുന്നത്.
ഒന്നല്ലെങ്കിൽ ആ ലോഡ് കാണാം, അല്ലെങ്കിൽ ഇതിന്റെ ഇന്നർ ലോഡ് കാണാം. രണ്ടും സെയിം ആയിരിക്കും. നമ്മൾ സെക്ഷനിൽ ലെഫ്റ്റോ റൈറ്റോ എടുക്കുന്ന പോലെ തന്നെയാണ് ഇത്. 2-വേ കേസ് വരുമ്പോൾ ഇതിന്റെ ഈ ഹാച്ച് ചെയ്ത് കാണുന്ന പോർഷന്റെ ഫോഴ്സ് അത് തന്നെയാണ്, അതിൽ വരുന്ന ഫോഴ്സ് ആണ് ആക്ച്വലി ഷിയറിംഗ് ഫോഴ്സ്. അപ്പൊ അതിന്റെ ഫോഴ്സ് തന്നെ കണ്ടുപിടിക്കാം. നമുക്ക് ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ ഹാച്ച് ചെയ്ത ഏരിയ കിട്ടും അല്ലെ, ഈ ബ്ലൂവിലെ ഹാച്ച് ചെയ്ത ഏരിയ കിട്ടും. ഇൻറ്റു നമ്മുടെ പ്രഷർ, സോയിൽ പ്രഷർ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കിട്ടും, നമുക്ക് പഞ്ചിങ് ഷിയർ ഫോഴ്സ് കിട്ടും. V ഈക്വൽ ടു P0 ഇൻറ്റു ടോട്ടൽ ഏരിയ എന്താണ് B ഇൻറ്റു L അല്ലേ, മൈനസ് A പ്ലസ് ഡി ഇൻറ്റു B പ്ലസ് ഡി. A പ്ലസ് ഡി എന്ന് പറയുന്നത് നമുക്കറിയാം പഞ്ചിങ് ഷിയറിന് കാരണമാകുന്നത് D/2 ഡിസ്റ്റൻസ് ഫ്രം ദി ഫേസ് ഓഫ് ദ കോൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ A പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ A പ്ലസ് D/2 പ്ലസ് D/2. അപ്പോൾ ഇതിന്റെ വിഡ്ത്ത് A പ്ലസ് ഡി, ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് B പ്ലസ് ഡി. A പ്ലസ് ഡി ഇൻറ്റു B പ്ലസ് ഡി എന്ന് പറയുന്ന ഏരിയ ടോട്ടൽ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മളെ ഹാച്ച് ചെയ്ത് ബ്ലൂ ഹാച്ച് ചെയ്ത ഏരിയ കിട്ടി. അപ്പൊ P0 ഇൻറ്റു B ഇൻറ്റു L മൈനസ് A പ്ലസ് ഡി ഇൻറ്റു B പ്ലസ് ഡി ആണ് ഇവിടുത്തെ ഷിയർ ഫോഴ്സ്, പഞ്ചിങ് ഷിയർ ഫോഴ്സ്. ഷിയർ സ്ട്രെസ് കാണാൻ എന്ത് ചെയ്യണം, നമുക്ക് ആ ഏരിയ എന്ന് പറയുന്നത് ഷിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ എന്താണ്, ഈ പെരിമീറ്റർ അല്ലേ, ഈ ടോട്ടൽ പെരിമീറ്ററിന്റെ ഏരിയയിൽ ഷിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പെരിമീറ്റർ ഇൻറ്റു ഡെപ്ത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ഇൻറ്റു ഡെപ്ത്. പെരിമീറ്റർ എത്രയാണ്, A പ്ലസ് ഡി പ്ലസ് B പ്ലസ് ഡി ഇൻറ്റു 2 അല്ലേ, അതാണ് പെരിമീറ്റർ. ഇത്രയാണ് ഇതിൽ വരുന്ന ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റിന്റെ കാൽക്കുലേഷൻ. നമുക്ക് ഒന്ന് ജസ്റ്റ് ആ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ബെൻഡിങ് മൊമെന്റ് അലോങ് x ഡയറക്ഷൻ P ഈക്വൽ ടു P0 ഇൻറ്റു L ഇൻറ്റു B മൈനസ് B ദ ഹോൾ സ്ക്വയർ ബൈ 8. y direction P0 into B into L minus A the whole square by 8. ഇനി one way shear ആണെങ്കിൽ V1 along 1 ആണെങ്കിൽ P0 into L into P minus B by 2 minus D. അതിന്റെ shear stress വരിക V1 by L into T. ഇനി 2 ഡയറക്ഷനിലാണെങ്കിൽ V2 equal to P0 into B into L minus A by 2 minus D. shear stress എന്ന് പറയുന്നത് V2 by B into D. പഞ്ചിങ് ഷിയർ ഫോഴ്സ് വരിക P0 ഇൻറ്റു B ഇൻറ്റു L മൈനസ് A പ്ലസ് ഡി ഇൻറ്റു B പ്ലസ് ഡി. ഷിയർ സ്ട്രെസ് വരിക V ബൈ പെരിമീറ്റർ ഇൻറ്റു ഡെപ്ത് V ബൈ 2 ഇൻറ്റു A പ്ലസ് ഡി പ്ലസ് B പ്ലസ് ഡി ഇൻറ്റു ടി. ഓക്കെ, ഇനി നമ്മളുടെ ഡിസൈൻ സ്റ്റെപ്പുകളാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റെപ്പുകൾ എന്ന് പറയാം, അടുത്ത ക്ലാസ്സിൽ നാളെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ ക്ലാസ്, അതിൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് സൈസ് ഓഫ് ഫൂട്ടിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യും. സൈസ് ഓഫ് ഫൂട്ടിംഗ് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഏരിയ, പ്ലാൻ ഏരിയ അറിയണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലോഡ് തന്നിട്ടുണ്ടാവും, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ തന്നിട്ടുണ്ടാവും. ലോഡ് ഡിവൈഡഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ഫൂട്ടിംഗ് കിട്ടും. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ലോഡ് ന്യൂട്ടണിലായിരിക്കും, കിലോ ന്യൂട്ടണിലായിരിക്കും. അപ്പൊ കിലോ ന്യൂട്ടൺ ബൈ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ചെയ്താൽ എന്തായത് ഏരിയ ഓഫ് ഫൂട്ടിംഗ് കിട്ടി. നമുക്ക് വരുന്ന ലോഡിനെ താങ്ങാൻ എത്ര ഏരിയ വേണം അല്ലെ, ഓരോ ഏരിയയിലും അനുഭവപ്പെടുന്ന ലോഡാണല്ലോ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ എത്ര ഏരിയ നമുക്ക് വേണം എന്നുള്ളതാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ ഏരിയ ഓഫ് ഫൂട്ടിംഗ് കിട്ടി. ഏരിയ ഓഫ് ഫൂട്ടിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോളത്തിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യാം. ഇവിടെ ഒരു കാര്യം നോക്കാനുള്ളത്, ലോഡ് കൺസിഡർ ചെയ്യുമ്പോൾ കോളത്തിന്റെ ലോഡിന് പുറമെ ആക്ച്വലി ഈ ഫൂട്ടിങ്ങിന്റെ ഡെഡ് വെയിറ്റ്, സെൽഫ് വെയിറ്റും കൂടെ ഉണ്ടാവും. ഇത് ഫൂട്ടിങ്ങിന്റെ സൈസ് ഒന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ജനറലി 10% ഓഫ് ദി ലോഡ് ആണ് ഫൂട്ടിങ്ങിന്റെ വെയിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് W ആണ് ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് 1.1 W ബൈ SBC, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ആയിരിക്കും. 10% ഓഫ് ദി ലോഡ് ആണ് ഫൂട്ടിങ്ങിന്റെ വെയിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ, ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റെക്ടാങ്കുലർ ടൈപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ നമ്മൾ കോളത്തിന്റെ സെയിം സൈസ്, കോളത്തിന്റെ സെയിം റേഷ്യോ, സൈസിന്റെ അതേ റേഷ്യോയില് നമ്മൾ റേഷ്യോ എടുക്കുന്നു, എന്നിട്ട് ലെങ്ത്തും എടുത്തും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് 300 mm നീളവും 200 mm വീതിയുള്ള ഒരു കോളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 3/2 എന്നുള്ള റേഷ്യോയിൽ തന്നെയാണ് ഫൂട്ടിങ്ങും ഡിസൈൻ ചെയ്യുക. നോർമലി ചിലപ്പോൾ 3 മീറ്റർ നീളം 2 മീറ്റർ വീതിയുള്ള ഫൂട്ടിംഗ് ആയിരിക്കാം. അങ്ങനെയാണ് ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യുക.
അതേ സെയിം റേഷ്യോ. ഈ സ്ക്വയർ ആണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഏരിയ കിട്ടി സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ലെങ്ത് ഒരു സൈഡ് കിട്ടും. എന്നാൽ റെക്ടാങ്കിൾ ആകുമ്പോൾ ലെങ്ത് ആൻഡ് വിഡ്ത്ത് വരുമ്പോൾ കോളത്തിന്റെ അതേ റേഷ്യോയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഫൂട്ടിങ്ങിനും പ്രൊവൈഡ് ചെയ്യുക. അതായത് കോളത്തിന്റെ ലെങ്തിയർ പോർഷനിൽ ഫൂട്ടിങ്ങിന്റെ ലെങ്തിയർ പോർഷൻ തന്നെയാണ് വരിക, അതേ ലെങ്ത്. അങ്ങനെ ലെങ്ത്തും വിഡ്ത്തും കണ്ടുപിടിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഡെപ്ത് കണ്ടുപിടിക്കുക. ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് ആണ്. അത് നമ്മൾ പറഞ്ഞു, കാൽക്കുലേഷൻ ഓഫ് ഡെപ്ത് ബേസ്ഡ് ഓൺ ബെൻഡിങ് കംപ്രഷൻ. ബെൻഡിങ് കംപ്രഷൻ എങ്ങനെയാണ്, നമ്മൾ MXX MYY കണ്ടുപിടിക്കുന്നു. ഏതിലാണോ ഹയർ, MXX ആണോ MYY ആണോ ഹയർ എന്ന് നോക്കുന്നു. അതില് നമ്മളിവിടെ അതിന്റെ ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നു, ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് നമ്മളെ IS456 ഇക്വേഷൻ 0.87F5 എന്നുള്ള ഇക്വേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ FE415C യിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, mu = 0.138 FCK/BD² എന്നുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കാം. അതിന് D = √mu/0.138 FCK/B എന്നുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി സ്റ്റെപ്പുകളുടെ എണ്ണം കുറക്കാൻ പറ്റും. ഇനി കാൽക്കുലേഷൻ ഓഫ് ഡെപ്ത് ബേസ്ഡ് ഓൺ വൺ വേ ഷിയർ. വൺ വേ ഷിയറിന്റെ കേസിൽ നമ്മൾ പഠിച്ചു ഷിയർ ഫോഴ്സും ഷിയർ സ്ട്രെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് കണ്ടുപിടിച്ചു. ആ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോമിനൽ ഷിയർ സ്ട്രെസ് അല്ലെ, ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് നമ്മൾ ബീമിന്റെ ഷിയർ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ടേബിളിൽ നിന്നും പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റും ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും കൊടുത്ത് നമ്മൾ ടോബിയുടെ വാല്യൂ കണ്ടുപിടിക്കാറുണ്ട് അല്ലെ, നോമിനൽ ഷിയർ സ്ട്രെങ്ത്. അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്നും ഡെപ്ത് കണ്ടുപിടിക്കുന്നു. ഈ ഡെപ്തിൽ ഏതാണോ ഹയർ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, ഫൂട്ടിങ്ങിന് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് ചെക്ക് ഫോർ ടു വേ ഷിയർ ആണ്. നിങ്ങൾക്ക് ജനറലി എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എല്ലാ ചെക്കുകളും ചെയ്യണം എന്നില്ല. ശരിക്കും ആക്ച്വലി ഡിസൈൻ പ്രകാരം ചെക്ക് ഫോർ ഷിയർ ചെയ്യണം, സ്പേസിങ്ങിന്റെ ചെക്ക് ചെയ്യണം, ഡെവലപ്മെന്റ് ലെങ്ത് ചെക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മെയിൻ ആയിട്ട് ഒരു ഡിസൈൻ ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഇവിടെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൽ വന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് കണ്ടുപിടിക്കുക, അത് ഫ്രം ബെൻഡിങ് കംപ്രഷൻ ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ബെൻഡിങ് മൊമെന്റ് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണ് മാക്സിമം വരുന്നത് അതിനെ ഫാക്ടേർഡ് ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത ചെക്ക് ഫോർ ടു വേ ഷിയർ, പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഏരിയ ഓഫ് സ്റ്റീൽ. നമ്മൾ ഫൂട്ടിങ്ങിന്റെ കേസിലൊന്നും ഏരിയ ഓഫ് സ്റ്റീൽ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് വന്നിട്ടില്ല. പക്ഷെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഡെപ്ത് അറിയാം, AST കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുക, സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്. നമുക്ക് ഡിസൈനിന്റെ ഒരു പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. പിന്നെ ഇതിൽ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ, നമ്മൾ ഏരിയ ഓഫ് ഫൂട്ടിംഗ് ഒക്കെ എടുത്തപ്പോൾ കോളത്തിന്റെ ലോഡിനെ ഫാക്ടേർഡ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ആ ലോഡ് തന്നെ എടുക്കണം. അതിന്റെ 1.1 ടൈംസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ ആക്ച്വലി സോയിലിന്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ആണ് തരാറ്. അവിടെ ഓൾറെഡി പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് SBC ഓഫ് സോയിൽ എന്ന് പറയുന്നത്. അതായത് സോയിലിന് ഇപ്പൊ ആക്ച്വലി ഒരു 100-150 Newton/mm² എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി അതാണ്. അപ്പൊ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത വാല്യൂ ആയിരിക്കും SBC എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണ്ട, ലോഡിനെ ഫാക്ടേർഡ് ആക്കേണ്ട ആവശ്യമില്ല ഏരിയ ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കുമ്പോൾ. എന്നാൽ മൊമെന്റ് കാൽക്കുലേഷനിലൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഫാക്ടേർഡ് ആക്കി ചെയ്യണം. അത് നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ ഡിസൈൻ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇത്രയാണ് ഇതിൽ നോക്കാനുള്ളത്. അപ്പൊ ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ലോഡ് തന്നിട്ടുണ്ടാവും, കോളത്തിന്റെ സൈസ് തന്നിട്ടുണ്ടാവും, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, ഗ്രേഡ് ഓഫ് സ്റ്റീൽ തുടങ്ങിയ വാല്യൂ തന്നിട്ടുണ്ടാവും. നമുക്ക് ആദ്യം വേണ്ടത് ഗിവൺ ഡാറ്റ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കലാണ്. അപ്പൊ ലോഡ് എന്ന് പറയുന്നത് തന്ന ലോഡിനെ 10% കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. എന്തിനാണ്, വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ് നമ്മൾ ആഡ് ചെയ്യാം 10% അസ്യൂം ചെയ്തിട്ട്. അങ്ങനെ അത് ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ചെയ്താൽ ഏരിയ ഓഫ് ഫൂട്ടിംഗ് കിട്ടും. ഈ ഏരിയ ഓഫ് ഫൂട്ടിംഗ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യന്റെ സ്ക്വയർ ഫൂട്ടിംഗ് ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് ഡയമെൻഷൻ അസ്യൂം ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക് 1.9 അല്ലെങ്കിൽ 0.9 മീറ്റർ ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അത് 1 മീറ്റർ ആയിട്ട് തൊട്ടടുത്ത ഡിജിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. പോയിന്റുകൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല 1.1 എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 1.05 എന്നൊക്കെ പറഞ്ഞ വാല്യൂ ഒന്നും നോർമലി പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പൊ 0.97 അല്ലെങ്കിൽ 1.92 ഒക്കെയാണ് സൈസ് ഓഫ് ഫൂട്ടിംഗ് കിട്ടിയെങ്കിൽ അതിന് 2 ആയിട്ട് 1.92 കിട്ടിയ 2 മീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, പിന്നീട് നമ്മൾ
ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. പിന്നെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിച്ച് നമ്മൾ റൗണ്ട് ചെയ്തതിനു ശേഷം ആക്ച്വൽ സ്റ്റീൽ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ സോയിൽ പ്രഷർ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ലോഡ് ഡിവൈഡഡ് ബൈ നമ്മുടെ ആക്ച്വൽ ഏരിയ എന്താണോ, നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഏരിയ എന്താണോ അത് വെച്ച് സോയിൽ പ്രഷർ കണ്ടുപിടിക്കണം. അതേ സെയിം പ്രഷർ തന്നെയാണ് സോയിൽ ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യുന്നത്. ആ സോയിൽ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കാൽക്കുലേഷൻ ഓഫ് ഡെപ്ത് ബേസ്ഡ് ഓൺ ബെൻഡിങ് കംപ്രഷൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും. രണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടും കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, ഏതാണോ ഹയർ ആ വാല്യൂ ആണ് നമ്മൾ ഡിസൈൻ ഉപയോഗിക്കുക. ഹയർ ബെൻഡിങ്ങിന് വേണം നമ്മൾ ഡിസൈൻ ഉപയോഗിക്കുക. ഇനി ഒരു കാര്യം കൂടെ, വൺ വേ ഷിയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിൽ എടുക്കണം എന്നുള്ളത് നമുക്ക് ഡയഗ്രാം കാണിക്കാം. ഇപ്പോ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഈ ഒരു ഡയറക്ഷനിലാണ് ഹയർ വന്നതെങ്കിൽ, നമ്മുടെ ഇവിടെ എക്സ് ആണ് നമ്മൾ കാണിക്കാറ്, അവിടെയാണ് ഹയർ വന്നതെങ്കിൽ നമ്മുടെ സ്ലാബിന്റെ ആക്ഷൻ, ബീമിന്റെ ആക്ഷൻ എങ്ങനെയാണ്, ഈ ഒരു സ്ലാബിന്റെ ആക്ഷൻ ഈ ഒരു ഡയറക്ഷനിലൂടെ അല്ലെ, ഇങ്ങനെയാണ് അത് ബെൻഡ് ചെയ്യുന്നത്. അപ്പോ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക അതേ വൺ വേ ഷിയർ ആ ഒരു ലൈനിൽ അല്ലെ 1 ഡയറക്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എവിടെയാണോ ഹയർ ബെൻഡിങ് മൊമെന്റ് വരുന്നത് ആ ഡയറക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ. പിന്നീട് ചെക്ക് ഫോർ ടു വേ ഷിയറിന്റെ ഇക്വേഷൻസ് പറഞ്ഞു. പിന്നീട് നിങ്ങൾക്ക് എക്സാമിന് ടൈം ഉണ്ടെങ്കിൽ മാത്രം ആ ചെക്കിലോട്ടൊക്കെ പോയാൽ മതി. പിന്നീട് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എപ്പോഴും ശരിക്കും വായിക്കണം. എന്താണ് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത്, ഡിസൈൻ എന്നാണ് ക്വസ്റ്റ്യന് തുടക്കമെങ്കിലും അവസാനം പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ ഫൈൻഡ് ദ ഡെപ്ത് ബേസ്ഡ് ഓൺ ബെൻഡിങ് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഷിയർ ഫോഴ്സ് വെച്ചിട്ടുള്ള ബെൻഡിങ് കംപ്രഷൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണ്ട. ജസ്റ്റ് ബെൻഡിങ് കംപ്രഷൻ ബെൻഡിങ് മൊമെന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെ ഹയർ വാല്യൂ എടുത്ത് അതിൽ നിന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, ഡെപ്ത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകാൻ. ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നാളെ തന്നെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഉണ്ടാവും. നമുക്ക് ഡിസൈനിന്റെ 2 പ്രോബ്ലം അതുപോലെ തന്നെ പ്രീവിയസ് വന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. പിന്നീട് നമുക്ക് മൊഡ്യൂൾ 4-ലുള്ളത് സ്റ്റെയർ കേസിന്റെ ഡിസൈൻ ആണ്. അതും നമുക്ക് ഇത് കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. എനിവേ താങ്ക് യു.